ദാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ്. മറ്റു ഏതൊരു ദാനവും അന്നദാനത്തോളം മാഹാത്മ്യമേറിയതാവില്ല. വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും അതു കഴിച്ചശേഷമുണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു. മറ്റൊരു ദാനം കൊണ്ട് കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല. ധനം, വസ്ത്രം, സ്വർണം, ഭൂമി ഇവയിൽ ഏതു കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചു കൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും. എന്നാൽ അന്നദാനം ലഭിച്ചാൽ, വിശപ്പുമാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന്. അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ്ണ തൃപ്തിയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല. അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും മാറുമെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൽ സമ്പത്ത്, സമൃദ്ധിയും ഐശ്വര്യവുമുണ്ടാകും. ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ്. അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളെക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നത്. ശിവപുരാണത്തിലാണ് അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.